ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ സൗദിയിലെത്തി. വീഡിയോ ക്ലിയർ അല്ല. വീഡിയോ എടുക്കുന്ന ആൾ ഞങ്ങൾ വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ക്ലിയർ ആണോ എന്നൊന്ന് നോക്കി. അങ്ങനെ വാപ്പിയും കുട്ടുമാണ് ഞങ്ങളെ വിളിക്കാൻ വന്നത്. ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി. പിന്നെ ഇങ്ങോട്ട് വന്നാലും നാട്ടിലോട്ട് പോയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അൺബോക്സിങ് ആണല്ലോ. അൺബോക്സ് ചെയ്ത് ചക്കയും മാങ്ങയും ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ഷോട്ട്സിനകത്ത് കണ്ടു കാണുമല്ലോ. അതൊക്കെ എന്നിട്ട് അതിയാണെങ്കിൽ വാപ്പിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് കാണുമ്പോഴേ ഒരു ഫ്രെയിമാണ്, പക്ഷെ എന്താണെന്ന് വാപ്പിക്ക് അറിയത്തില്ലായിരുന്നു. ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് ഫോട്ടോ ആണെന്നൊന്നും. അങ്ങനെ വാപ്പൻ ആഹാ കൊള്ളാലോ, അവൻ ഇത്രയും കലാബോധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു. ഇതായിരുന്നു ആ ഫ്രെയിം. അപ്പൊ ഇത് കണ്ടില്ലേ, പഴയ ഫ്ലാറ്റിൽ നിന്ന് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുമായിരുന്നു. ഒന്നും ഇവർ സെറ്റിൽ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ വന്നിട്ട് സെറ്റിൽ ചെയ്യാന്നും പറഞ്ഞ് ഇവരിങ്ങനെ വിട്ടേക്കുമായിരുന്നു അതിന്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഫ്ലാറ്റ് ടൂർ വേണമെങ്കിൽ. അങ്ങനെ ഇരുന്നപ്പോൾ കുട്ടി ഞങ്ങൾക്ക് ഡോമിനോസ് ഒക്കെ കൊണ്ടു തന്നു. ഞാൻ ഇവിടുത്തെ ഡോമിനോസ് പിസയുടെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്. നാട്ടിലത്തേനോട് അത്ര ഇതില്ല, പക്ഷെ ഇവിടത്തേനെന്തോ ഭയങ്കര ഫാനാണ്. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ഉമ്മയാണ് ചക്കയൊക്കെ വെട്ടി ഫുൾ സെറ്റാക്കി. കുട്ടുവാണെങ്കിൽ ടി വിയുടെ സാധനങ്ങളൊക്കെ ശരിയാക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ ടി വി അല്ലേ താഴെ കാണാൻ വീണാൽ പോയല്ലോ, അത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ അത് ഫിക്സ് ചെയ്തു. പിന്നെ പുറത്തു പോകാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പഴയ ഫ്ലാറ്റിനവിടെയും പഴയ സ്ഥലങ്ങളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ മെയിൻലി ഞങ്ങളുടെ ഷോപ്പിലും പോകണമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് അപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഈ സ്ഥലത്താണ് മറ്റേ തല വെട്ടിക്കളയുന്നത്. എന്തെങ്കിലും ഭയങ്കര തെറ്റൊക്കെ ചെയ്താൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് തല വെട്ടിക്കളയുന്നത്. ഇത് 2-3 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല എന്ന് തോന്നുന്നു, അറിയില്ല. ഇതാണ് ആ പള്ളി. രാത്രി കഴിക്കാൻ വേണ്ടി വാപ്പയുടെ ഫ്രണ്ട് കടയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഇരിക്കുന്നു. പിന്നെ അവിടെ പറയാൻ ഭയങ്കര അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അന്നത്തെ കുറേ സ്പെഷ്യൽസ് അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഫുഡ് കഴിച്ചത് കൊണ്ട് ജസ്റ്റ് കഴിച്ചേക്കാം എന്ന് വെച്ചിട്ട് കഴിച്ചു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നാട്ടിലെ ടേസ്റ്റ് തന്നെയായിരുന്നു. പൊതുവെ ഇവിടുത്തെ മലയാളി ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ഒരു ഒതന്റിക് നാട്ടിലെ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷെ ഇവിടുന്ന് കറക്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് തന്നെയായിരുന്നു. സംസാരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോ ഇതാണ് കുറച്ച് നേരത്തെ സൗദി അറേബ്യ, കുറച്ച് മണിക്കൂറത്തെ സൗദി അറേബ്യ. ഇനി ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.